എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ താഴെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചെടുക്കുന്ന മിമ്മൂസ് ഉണ്ടാക്കിയ കുറേ സാധനങ്ങളായത്. മിമ്മൂസിൻ്റെ ആർട്ട്, മിമ്മുൻ്റെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ മിമ്മൂസ് ഉണ്ടാക്കിയതാ. ഒരു സാധനത്തിൽ വരുമ്പോൾ എൻ്റെ ഐഡിയ ഇത് ഞാൻ മിമ്മൂസിന് ഉണ്ടാക്കി കൊടുത്തതാ. ഇത് ഞാൻ ഇതല്ലാതെ ചുമ്മാ വാങ്ങിക്കൊടുത്താ. മിമ്മൂസിന് ഉത്സവത്തിന് പോയപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്താ. ഇനി അപ്പൂസ് ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു. ഇനി ഓരോന്ന് കാണിച്ചു. അതെന്താ ഏണിയോ? ഞാൻ വെറുതെ ഇന്നലെ എനിക്ക് സ്കൂളിൽ ഞാൻ ആ ഒരു ആർട്ട് കാണിച്ചു തരാം. ആ ആർട്ടിനാണെങ്കിൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വേണമായിരുന്നു. സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്ന ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചാണ് നമ്മളത് ചെയ്തത്. അപ്പം എൻ്റെ പശ ഉണ്ടായിരുന്നില്ല. പശ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് വെച്ചതേ ഉള്ളൂ. അപ്പം എനിക്കെന്തോ അത് വെച്ചിട്ട് അത് ഞാൻ വിചാരിച്ച് വേണ്ട, അത് ഭയങ്കര സ്ലിമ്മാണ്, ഈ ഒരു ആ ഒരു കട്ടിയാണ്. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ വലുത് വയ്ക്കാം, ഫോട്ടോയിൽ വലുതാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് വലിയ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഒരു ആ സെയിം തന്നെ ചെയ്തു. ഇത് വെച്ചിട്ട് എന്താ പ്രയോജനം, ഉപയോഗം? എന്താ ആ കയ്യിലിരിക്കുന്നത് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ ഇത് നമുക്കൊരു ഒരു എന്താ പറയാ, റൂം ഡെക്കർ, റൂമിൽ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം അല്ലേ? വേറൊരു കാര്യം ഞാൻ ഫുൾ പറഞ്ഞത്, ഇതെനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത് ഞാൻ എങ്ങനെ വീട്ടിൽ വന്നു അത് കളർ ചെയ്തു, അത് ഇപ്പോൾ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പശയൊക്കെ വാങ്ങിച്ചിട്ട് ഒട്ടിച്ചു. പിന്നെ രാത്രിയാണ് നമ്മൾ ചെയ്തെങ്കിലും കുറച്ച് രാത്രി കിടക്കുന്ന ടൈം ആയപ്പോഴത്തേക്കിനും എനിക്കാണെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി അടുത്ത കാണിക്കാം. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് ചെയ്യും? അമ്മ പറഞ്ഞു ഏണി ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇത് ഇങ്ങനെ ഫോട്ടോസൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് ഇതിലിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഫോട്ടോ, ഒരു ചെറിയൊരു ഫോട്ടോയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് ഇങ്ങോട്ടാണ്, അടുത്ത താഴെ വീഴും. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരിതാണ് ഫ്രണ്ട്സ്. ഇതെൻ്റെ ബുദ്ധിയാണ്, ഇതെൻ്റെ മാത്രം ബുദ്ധിയാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഗ്ലിറ്റർ ഒന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലൊന്നും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ അതെടുത്ത് ഇങ്ങനെ ചുരണ്ടി ഇതില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇതിന്റെ ചുരണ്ടി ഞാൻ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എൻ്റെ ബുദ്ധി ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ പുറത്തൊക്കെ എന്താന്ന് പറഞ്ഞു കൊടുക്കും മിമ്മൂസേ. അത് നമ്മളെ ക്രയോൺസ് വെച്ചിട്ട് എൻ്റെ ബുദ്ധിയാണ്. നമ്മൾ ക്രയോൺസ് എടുക്കുക, ക്രയോൺസിൻ്റെ കൂടെ ഓയിൽ പേസ്റ്റിൻ്റെ കൂടെ ഒരു സാധനം ക്രഷ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ എന്തോ. ചിലർ മിക്സിയിലെടുത്ത് പൊടിച്ചൊക്കെ എടുക്കും. നമ്മളിങ്ങനെ അതിനകത്ത് ഇങ്ങനെ ചെറുണ്ടി ക്രയോൺസ് ക്രഷ് ചെയ്തെടുത്തല്ലേ? നമ്മൾ ഓയിൽ പേസ്റ്റ് ക്രഷ് ചെയ്ത് ക്രയോൺസ് എടുത്തിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതാ. അമ്മയാണ് ഇട്ടത്, പക്ഷെ ഞാനാണ് ഉണ്ടാക്കിയത്. ഞാനാണ് ഇതൊക്കെ ശേഖരിച്ചത്. അത് ഫുള്ള് സ്റ്റിക്സ് എല്ലാം കളർ ചെയ്തിട്ട് അപ്പം നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇതില് എല്ലാരും ഫുൾ സൈഡാണ് ചെയ്യുന്നത്, നമ്മളൊരു വൺ സൈഡാണ് കേട്ടോ ചെയ്തത്. അടിയിൽ കണ്ട സാധനം ആയി. ഇനി അടുത്തത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സ്കൂളിൽ ആർട്ട് വർക്കാണല്ലേ? സ്കൂളിൽ ആർട്ട് വർക്കാണിത്. ഇന്നലെ മിമോസിന്റെ ഗം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത്, പക്ഷെ നല്ല രസമുണ്ട്. ഇത് മിമോസ് തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഇത് സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തത്, ആ ബുക്കിൽ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത സാധനമാണ് ഈ ബിന്ദി ഐസ്ക്രീം സ്റ്റിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ചെയ്യേണ്ട സാധനം ഞാൻ ഇത് വെച്ച് ചെയ്തെടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്ക് ഞാൻ കാണിക്കാം. ഇനി അടുത്തത് ഇനിയുണ്ട്. നല്ല ബാക്ക് കാണിക്കണ്ട, ബാക്ക് കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി
ഇനി അടുത്തത് എന്താണ്? അടുത്തതാണ് ഇന്നും സ്കൂളിലൊരു ആർട്ട് വർക്ക് ആണ്. കയ്യിൽ ഫോൺ പോയി, സോറി. ഇത് ജെല്ലി ഫിഷ് ആണ് കേട്ടോ. മാം എനിക്ക് സ്റ്റാർ ഇട്ടു. ഇതിലെവിടെ ആ ജെല്ലി ഫിഷ് ശരിക്കും കാണിക്കുമ്പോൾ നല്ല രസമാണ്. ഇത് ഗൂഗിൾ ഐസ് ആണ്. ഇതിൽ കാണിക്കും, ക്യാമറയിൽ കാണിക്കും. ഇതിന്റെ ക്യാമറയിൽ കാണിക്കടാ. മതിയോ? ഇതാ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ത്രെഡാണ്, ഗൂഗിൾ ഐസ് ആണ്. ഇതൊക്കെ ഞാൻ സ്വന്തമായി വരച്ച സാധനങ്ങളാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി അടുത്തത് നല്ലൊരു എന്താണ് കാണിക്കുന്നത്? ഫോൺ വീണ്ടും താഴെ പോയി, കയ്യിൽ നിൽക്കുന്നില്ല. അടുത്ത അമ്മ ഉണ്ടാക്കിയത് ഇതും കൂടെ ഒന്ന് കാണിച്ചു. നമ്മൾ ലാസ്റ്റ് കാണിക്കാം. ഇത് കാണിക്കും. ഇത് ഞാൻ എൻ്റെ അപ്പൂസിന് കൊടുത്തതാട്ടോ. അപ്പോ അല്ലേ വായിക്കണ്ടേ? അത് അവര് വായിച്ചോളൂ. അമ്മ വായിക്കുന്നു. വേണ്ട. വായിക്കുന്നത് Being your mom is my greatest blessing. പിന്നെന്താ? Always remember how amazing you are. അടുത്തത് you have a heart of gold, അല്ലെങ്കിൽ you have a beautiful heart. എൻ്റെ മിടുക്കി കുട്ടി. My daughter is super awesome. You are my best friend. മിമ്മൂസ് ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഒരു സാധനം ഉണ്ടാക്കി പൊളിഞ്ഞു. ഇപ്പോഴത്തെ മക്കളെ ശരിക്കും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ തന്നെ കൊണ്ടു നടക്കണം. എന്തുണ്ടെങ്കിലും കുട്ടികൾ നമ്മളോട് പറയണം, അല്ലേ പൂസേ? ഫ്രണ്ട്സ്, വേറൊരു ടിസ്റ്റ് എന്താ അറിയോ? ഞാനൊരു സാധനം ഉണ്ടാക്കി കൊളവാക്കി അമ്മ എനിക്കത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് കാണിച്ചു തന്നു. അന്ന് എൻ്റെ കയ്യിൽ മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് അല്ല, ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ച് എന്തോന്നും ചെയ്യും. എന്ത് കണ്ടിയാണെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും. ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്നെ നോക്കിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ട്, കടൽ ക്ലൗഡ്. അവരുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്കൊരു സാധനം കണ്ടു. അത് ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി ഫ്ലോപ്പായി പോയിട്ടു. അവരുടെ വീഡിയോസ് മിമ്മ കൂടുതലും ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു. ഇത് മിമ്മൂസിന് ഉത്സവത്തിന് പോയപ്പം കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം പോകുന്ന ദിവസമൊക്കെ എന്തെങ്കിലും വാങ്ങിക്കും. അപ്പം പിന്നെ കളർ പെൻസിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എൻ്റെ പേര് അല്ല, കളർ പെൻസിൽസ് ആകുമ്പോൾ എത്ര വാങ്ങിയാലും മതി വരാത്തൊരു സാധനമാണ്. കളർ പെൻസിൽസ് പൊട്ടിക്കാൻ പക്ഷെ പറ്റത്തില്ല. പൊട്ടിക്കാൻ പറ്റുന്നില്ല. കാണിച്ചേ. പൊട്ടിച്ചു തരുമോ എനിക്ക്? കത്രിക എടുത്തിട്ട് വരട്ടെ? വേണ്ട, അല്ലാതെ ഇളക്കിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിച്ച് വർത്താനം പറഞ്ഞു. ശരിയല്ലേ ഫ്രണ്ട്സ്? ഇവിടെ കൈ വിറക്കുന്നു. അപ്പൊ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കട്ടെ കൈ. ഫ്രണ്ട്സ്, അമ്മ ഞാനിത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ തോറ്റു, അമ്മ ജയിച്ചു. എത്ര നേരം പിടിക്കുന്നു? എന്തെങ്കിലും സംസാരിച്ചോ? എനിക്കത് പറയാൻ പറ്റുന്നില്ല. കൈ വേദന എടുക്കുന്നത്. ഇതിനുള്ളിലൊക്കെ സാധനം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഫ്രണ്ടില്ല. എല്ലാവർക്കും കണ്ടോ? ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയാണ്. ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഇങ്ങനെ ആയി പോയതാണ്. എന്തോ ഒരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ആയിപ്പോയതാണ്. പറ്റത്തില്ല പറ്റത്തില്ലെങ്കിൽ ഞാൻ തോക്കത്തില്ല. ഇപ്പുറത്തെ കൈ വെച്ച് ബാലൻസ് ചെയ്ത് പിടിക്കും. ഫ്രണ്ട്സ്, ഞാൻ പുറത്തെടുക്കാം. ജയിച്ചു മിടുക്കി. ഫസ്റ്റ് രണ്ട് പെൻസിൽസ് ആണ്. പെൻസിൽ തട്ടി ഈ വീട്ടിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പെൻസിൽ രണ്ട് പെൻസിലുണ്ട്. നെക്സ്റ്റ്
വെരി ഫാസ്റ്റ്. എന്തോ നിലത്ത് പോയി. അതിപ്പോൾ ലാസ്റ്റ് എടുക്കാൻ കുഴപ്പമില്ല. ഷാർപ്പിനർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ. ഇത് കളർ പെയിന്റ് ആണോ? ഓക്കെ, അടുത്ത കാണിക്കേ. നെക്സ്റ്റ് വന്നിട്ട് ഷാർപ്പിനർ ആണ്. ഇത്രേ ഉള്ളൂ, ബുക്കില്ല. ബുക്കൊക്കെ ഉണ്ട്. അമ്മ ഇതിനകത്ത് ഇറേസർ കാണുന്നില്ല. അത് നമുക്ക് നോക്കിയെടുക്കാം, നിലത്ത് പോയിട്ടുണ്ടാവും. അപ്പം ബാക്കി കാണിക്കാം. ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ബുക്ക് നോക്കാനാണ്. ബുക്ക് എടുക്കാൻ കൂടി പറ്റുന്നില്ല. ഇത് ഇവിടെ എന്തൊക്കെ സ്റ്റിക്കറൊക്കെ ഉള്ള ബുക്കാണ്. വെളിയിലിരിക്കുന്നത് കൊണ്ട് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ലൈറ്റ് കറക്റ്റ് ഇത് കിട്ടും. ഇവർ ഉണ്ടാക്കിയ ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അമ്മ ഉണ്ടാക്കിയ മറ്റേ കവായിയുടെ ബുക്ക് പോലെ ഉണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ് സംഭവം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ക്യൂട്ട് ബുക്ക് അല്ലേ? കൊറേ പേജസ് ഉണ്ട്. ഇവരിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ, അടുത്തെടുക്കട്ടെ. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ്, എത്ര കിട്ടിയാലും മതിയാവാത്തത്. ഗസ് ചെയ്യാൻ പറ്റുമോ? എത്ര കിട്ടിയാലും മതിയാവാത്തത്. ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് വേറൊരു സെറ്റ് വാങ്ങിച്ചിരുന്നു, വേറൊരു സെറ്റ്. കളർ പെൻസിൽ. ഒരു സാധനം ഫേവറേറ്റാ. ഒരു കളർ പെൻസിൽ അമ്മ വാങ്ങിച്ചത് നമ്മളടുത്ത് ഞാൻ പറയാം. അപ്പൊ ഇനി ഞാൻ വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് വെക്കേഷൻ പ്രമാണിച്ച്. എന്താ 72 കളർ പെൻസിൽ? അതൊന്നും പറയാം. അതെങ്ങനെയാ സർപ്രൈസ് പറയാ? അമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം അമ്മ അത് വാങ്ങിച്ചിട്ടാണ്. അത് എന്താണെന്നൊന്നും പറയൂല, ചോദിക്കില്ല. അത് കീറി എടുക്കല്ലേ മോളെ? അമ്മ എന്ത് ചെയ്യുന്നറിയാം? അമ്മയാണെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് 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 കുറച്ചതായി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് വാങ്ങിച്ചു. അങ്ങനെ അമ്മമാര്. ഫ്രണ്ട്സ്, ഇത് 12 പീസുള്ള കളർ പെൻസിലാണ്. പിന്നെ ഇത് ഒരു ബ്രഷാണ്. പിന്നെ ഞാൻ കാണാതെ പോയെന്ന് പറഞ്ഞ ഒരു ഇറേസറാണ് ഇത്. ഇറേസർ. പിന്നെ ഫ്രണ്ട്സ്, ഇതെല്ലാം എന്നെ ചെയ്യാൻ എന്നെ പ്രൊമോട്ട് ചെയ്തൊരു സാധനം. അതെൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ്. യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് മെമ്മോസ് കളറൊക്കെ ചെയ്ത കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം എന്നെ പോലത്തെ കൊച്ചു കുഞ്ഞു വാവകളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്രീ ടൈം പഠിച്ചിട്ട് ഇപ്പോൾ ഫൈനൽ എക്സാം ഒക്കെയാണ്. എനിക്ക് ഫൈനൽ എക്സാം തുടങ്ങി. ഇപ്പോൾ 2 ആയിട്ട് ഇനിയുണ്ട്. അപ്പോൾ അതിനും ഈ ഫൈനൽ എക്സാം പഠിക്കുമ്പോഴത്തേക്കിനും ഫ്രീ ടൈം കിട്ടിയാൽ പെട്ടെന്ന് പോയി ഫോൺ എടുക്കും. അതിലും നല്ല ഇങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പാരൻസിൻ്റെ അപ്പോൾ സന്തോഷം. അത് പാരൻസിൻ്റെ ഹെൽപ്പിൻ്റെ കൂടെ സമ്മതത്തിൻ്റെ കൂടെ വേണം ചെയ്യാൻ. അമ്മ എല്ലാം എനിക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യാമെന്ന് പറയും, ചെയ്യേണ്ടാത്തതാണെങ്കിൽ ചെയ്യേണ്ടെന്ന് പറയും. ഇതാണ് ഇതെല്ലാം ഉണ്ടാക്കി എൻ്റെ പശയും തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് റെഡ് മെമ്മീസ്. ബൈ.